കട്ടപ്പന നഗരത്തിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നതായി ആരോപണം. അനധികൃതമായി പെർമിറ്റും ലൈസൻസും നൽകുന്നതിനെതിരെ കൗൺസിലർമാരും രംഗത്ത് വന്നു. കൗൺസിൽ യോഗത്തിലടക്കം ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും കൗൺസിലർമാർ ആരോപിച്ചു. കട്ടപ്പന നഗരത്തിലെ വിവിധ ഇടങ്ങളിലാണ് അനധികൃത കെട്ടിട നിർമ്മാണം നടക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. പുതിയ കെട്ടിട നിർമ്മാണങ്ങളിലും നിലവിലെ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണങ്ങളുമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പലയിടങ്ങളിലും അനുമതിയുമില്ല. സംഭവത്തിൽ നിരവധി പരാതികൾ ഉയർന്നതോടെ കൌൺസിൽ യോഗത്തിലടക്കം വിഷയത്തിൽ ചർച്ചകളും ആരോപണങ്ങളും ഉയർന്നു. സംഭവത്തിൽ കൃത്യമായ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പല കെട്ടിടങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോ നിലയ്ക്കാണ് കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ച സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ കെട്ടിടത്തിൽ രൂപമാറ്റം വരുത്തിയും നിലകളുടെ എണ്ണം കൂട്ടിയുമാണ് നിർമ്മാണം. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കെട്ടിടങ്ങൾ രൂപമാറ്റം വരുത്തിയും ഒന്നിലധികം നിലകൾ സ്ട്രക്ചറിൽ തന്നെ പണിതുയർത്തിയും ഇതൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്നാണ് മുനിസിപ്പൽ സെക്രട്ടറിയോടും അസിസ്റ്റന്റ് എഞ്ചിനീയറോടും ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് കൌൺസിലർമാർക്ക് രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ ഭരണകക്ഷിയും പ്രതിപക്ഷ കൌൺസിലർമാർ ഒന്നിച്ചാവശ്യപ്പെട്ടിട്ടും വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല. എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം ഏതാനും ബഹുനില കെട്ടിടങ്ങളുടെ അടിനില പാർക്കിംഗ് എന്നാണ് പെർമിറ്റിലുള്ളത്. എന്നാൽ ഇവിടെയെല്ലാം സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ അടക്കമുള്ള ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും മുൻപ് മഴക്കെടുതി മൂലം കെട്ടിടങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഗാർഹിക ആവശ്യങ്ങൾക്ക് നൽകുന്ന പെർമിറ്റ് അടക്കം ഉപയോഗിച്ചാണ് പലരും ബഹുനില കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിക്കുന്നത്. ഇവിടെയൊക്കെ അനുമതി നൽകിയത് ആരെന്നുള്ള കാര്യത്തിൽ പരിശോധനകൾ നടത്തണം. അതോടൊപ്പം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകിയത് സംബന്ധിച്ച് ഇത്തരക്കാർക്ക് ആര് ഒത്താശ നൽകുന്നു എന്നതിലും ഉടനടി അന്വേഷണം വേണമെന്നും കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.